നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സംഭവ ബഹുലമായ ഒരു UCL വീക്കാണ് ഇപ്പോൾ നമ്മിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 2 റൗണ്ട് മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ അവസാനിച്ച വീക്കിലെ മത്സരങ്ങളിൽ ഒരുപിടി അട്ടിമറികളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ബയേൺ മ്യൂണിക്കിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങി. PSG പരാജയം ഏറ്റുവാങ്ങി. അതേസമയം ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട FC ബാഴ്സലോണ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ബൊറൂസിയ ഡോർട്ട്മുണ്ട്, ബ്രസ്റ്റ്, ബെൻഫിക്ക, ബയർ ലെവർക്യൂസൻ, ലിവർപൂള്, ആസ്റ്റൺ വില്ല, യുവൻറ്റസ് എന്നിവരാണ് കളിച്ച 2 മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള ടീമുകൾക്കൊന്നും തന്നെ ഈ 2 മത്സരങ്ങളിൽ 2ലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ പവർ റാങ്കിങ് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ goal.com പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ആദ്യ 16 സ്ഥാനങ്ങളിൽ ഉള്ളവരെ പരിശോധിക്കാം. 16ാം സ്ഥാനത്ത് മൊണോക്കോ വരുന്നു. ആദ്യ മത്സരത്തിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയവരാണ് ഇവർ. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി 15ാം സ്ഥാനത്ത് വരുന്നത് ബെൻഫിക്കയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ ബെൻഫിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 14ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നു. ഒരു വലിയ പരാജയമാണ് 2ാം റൗണ്ട് പോരാട്ടത്തിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. മോശം പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 13ാം സ്ഥാനത്ത് PSG വരുന്നു. ആഴ്സണലിനോട് 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടവരാണ് PSG. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ പിറകിലേക്ക് പോവേണ്ടി വന്നിട്ടുള്ളത്. 12ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല വരുന്നു. തകർപ്പൻ പ്രകടനം അവർ നടത്തുന്നുണ്ട്. ബയേണിനെ അട്ടിമറിച്ചവരാണ് ആസ്റ്റൺ വില്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ 12ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുള്ളത്. 11ാം സ്ഥാനത്ത് അറ്റ്ലാന്റ വരുന്നു. മികച്ച പ്രകടനം അറ്റ്ലാന്റ നടത്തുന്നുണ്ട്. 10ാം സ്ഥാനത്ത് ബൊറൂസിയ വരുന്നു. കളിച്ച 2 മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്. ഇനി 9ാം സ്ഥാനത്താണ് FC ബാഴ്സലോണ വരുന്നത്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ യങ് ബോയ്സിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 8ാം സ്ഥാനത്താണ് യുവൻറ്റസ് വരുന്നത്. മികച്ച പ്രകടനം യുവൻറ്റസ് ഇപ്പോൾ തിയാഗോ മൊട്ടയുടെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 7ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ വരുന്നു എന്ന് പറയുമ്പോൾ കളിച്ച 2 മത്സരങ്ങളിലും സാബി അലോൺസോയുടെ ടീം വിജയിച്ചിട്ടുണ്ട് എന്നതാണ്. 6ാം സ്ഥാനത്താണ് ബയേൺ മ്യൂണിക്ക്. ഒരൽപ്പം പിറകിലേക്ക് അവർക്ക് പോവേണ്ടി വന്നു. ആസ്റ്റൺ വില്ലയോട് ഒരു അട്ടിമറി തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആദ്യ മത്സരത്തിൽ ഡൈനാമോ സാഗ്രെബിനെ 2-നെതിരെ 9 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയവരാണ് ബയേൺ മ്യൂണിക്ക്. ഇനി 5ാം സ്ഥാനത്ത് ഇന്റർ മിലാനാണ് വരുന്നത്. മികച്ച പ്രകടനം ഇന്റർ മിലാൻ നടത്തുന്നുണ്ട്. 4ാം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു. സ്ലോട്ടിന് കീഴിൽ കളിച്ച 2 മത്സരങ്ങളിലും UCLൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. ഈ ഒരു പവർ റാങ്കിങ്ങിൽ ഒരൽപ്പം പിറകിലോട്ട് അവർക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ലില്ലിയോട് ഒരു അട്ടിമറി തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് നിലവിലെ ജേതാക്കളായ റയലിന് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി 2ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നു. ഒരു മത്സരത്തിൽ അവർ സമനില വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് വരുന്നത് ആഴ്സണലാണ്. കഴിഞ്ഞ മത്സരത്തിൽ PSG പരാജയപ്പെടുത്തിയവരാണ് ആഴ്സണൽ. നിലവിലെ ഈ ഒരു സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആഴ്സണലിനാണ് എന്നാണ് goal.com പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങൾക്കും രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.